വസ്സലാമിന്റെ തൊഴിലാളികൾ ഓടിക്കളഞ്ഞു. നഷ്ടം, പെരുന്നഷ്ടം, കച്ചവടം അത് നശിച്ചു, സമ്പത്ത് നശിച്ചു, പണം നശിച്ചു, കൊള്ളയടിക്കപ്പെട്ടു, ദരിദ്രനായി. 5 കാശ് എടുക്കാനില്ല, 5 പൈസ എടുക്കാനില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ സുഖവും ആശ്രയിച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിന് നഷ്ടം പറ്റിയിട്ട് കടത്തിന്റെ ഇരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എത്ര വലിയ വേദന. എല്ലാം നഷ്ടപ്പെട്ട് പരമദരിദ്രനായി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് പരീക്ഷണം അവസാനിച്ചില്ല. നേരെ മറിച്ച് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളെ അള്ളാഹ് തിരിച്ചു വിളിക്കാൻ തുടങ്ങി. ഒന്നിനു പുറകെ ഒന്ന്. ഒരു മകനെ ഏറ്റിക്കൊണ്ടുപോയി അയ്യൂബ് അലൈഹിസ്സലാം ഖബറിലേക്ക് മടങ്ങി വരുമ്പോ അടുത്ത മകൻ ഇതാ മരിച്ചിരിക്കുന്നു. മയ്യിത്തായി വീണിരിക്കുന്നു. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നെഞ്ചകം വിടർന്നു. അയ്യൂബ് അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് ആ മകനെ എടുക്കുന്നു, ഖബറിലേക്ക് കൊണ്ടുപോയി. ഖബറിലേക്ക് മടങ്ങി വരുമ്പോ അടുത്ത മകൻ ഇതാ മരണപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരാളല്ല, രണ്ടാളല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹിക്കാൻ കഴിയുമോ? നമ്മുടെ മനസ്സുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ടവരാണ് നമ്മുടെ മക്കൾ. മക്കളുള്ളവർക്ക് അതറിയാം, മക്കളില്ലാത്തവർക്കും അറിയാം. അല്ലേ? എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു മകൻ മരിച്ചു, സഹിച്ചു. രണ്ടാമത്തവൻ മരിച്ചു, അതും സഹിച്ചു. മൂന്നാമതും മരിച്ചു, അതും സഹിച്ചു. 10 പേരൊന്നിച്ച് മരിച്ചു, അത് സഹിച്ചു. 16 മക്കൾ ഒന്നിനു പുറകെ ഒന്നായി യാത്ര ചോദിച്ചപ്പോഴും മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാചകം, നാഥാ, മക്കൾ നീ തന്നതാണ്, നീ അനുഗ്രഹമായി തന്നതാണ് എന്റെ മക്കളെ. ആ മക്കളെ തന്നവൻ നീയാണെങ്കിൽ മക്കളെ തിരിച്ചെടുക്കാനുള്ള അവകാശവും നിനക്കുണ്ട്. ആ മക്കൾക്ക് പിന്നാലെ ഞാനും നിന്നിലേക്ക് മടങ്ങാനുള്ളതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ക്ഷമിച്ചു ആ മനുഷ്യൻ. അയ്യൂബ് അലൈഹിസ്സലാം ക്ഷമിച്ചു. അതുകൊണ്ട് അവസാനിച്ചു. പരീക്ഷണം തീർന്നോ? ഇല്ല. നിങ്ങൾ പരിശോധിച്ചോളൂ അയ്യൂബ് നബിയുടെ ചരിത്രം. ഓരോ മുസ്ലിമുമല്ല, ഓരോ മനുഷ്യനും പഠിച്ചോളൂ. ഓരോ മനുഷ്യനും പഠിച്ചോളൂ അയ്യൂബ് നബിയുടെ ചരിത്രം. അദ്ദേഹത്തിന്റെ ശരീരമാസകലം വൃണാവൃതമായി. ശരീരത്തിൽ മുഴുവൻ വ്രണം. പണ്ഡിതന്മാര് പറയാണ്, ആ വ്രണത്തിൽ നിന്ന്, പച്ചമാംസത്തിൽ നിന്ന് പുഴുക്കൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. പച്ചമാംസത്തിൽ നിന്ന് പുഴുക്കൾ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു വ്രണം മതി. ഒരു വ്രണം. ഒരുത്തന്റെ കാല് പൊട്ടിയിട്ട് ആ കാല് പൊറുക്കുന്നില്ല, ഷുഗറാണ്. കെട്ടിവെച്ചിട്ട് ആ മനുഷ്യൻ വേദനിക്കും. ആ വ്രണം നോക്കിയിരുന്നൊരു മനുഷ്യൻ കരയും. കരയാതിരിക്കില്ല. ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ ഇടയിൽ നിന്ന് ജീവിച്ചിരിപ്പുണ്ട്. പോയി കാണണം. രോഗിയെ സന്ദർശിക്കുന്നത് ഒരു മുസൽമാന്റെ ബാധ്യതയാണ്. ഹഖുൽ മുസ്ലിം അലൽ മുസ്ലിം സിത്തുൻ. ഒരു മുസ്ലിമിന് തന്റെ സഹോദരനായ ഒരു മുസ്ലിമിനോടുള്ള ബാധ്യത 6 ആണ്. അതിലൊന്ന്, അവൻ രോഗിയായി സന്ദർശിക്കണം. രോഗികളെ സന്ദർശിക്കണം. ആശുപത്രികൾ കയറിയിറങ്ങണം. പാവപ്പെട്ടവന്റെ വേദന അറിയണം. രോഗിയെ ആശ്വസിപ്പിക്കണം. ഇന്നുകൊണ്ട് മനുഷ്യന്മാർ ശരീരത്തിൽ ഒരു വ്രണം, വെരിക്കോസ് വെയിൻ ബാധിച്ചിട്ട് ആ വെരിക്കോസ് വെയിൻ വന്നിട്ട് വൃണാവൃതായിട്ട് അത് പൊറുക്കാതെ ഒലിക്കുന്ന കാലുമായി കരയുന്ന നിരവധി മനുഷ്യരുണ്ട്. പക്ഷെ അയ്യൂബ് നബിയുടെ ശരീരത്തിൽ ഒരു വ്രണമല്ല, ശരീരമാസകലം വ്രണം. പുഴുക്കൾ പുറത്തേക്ക്. ചെറിയ പുഴുക്കളെ വലിയ പുഴുക്കൾ തിന്നുമാറായി എന്ന് കാണാം. അയ്യൂബ് നബിയുടെ ശരീരത്തിൽ പുറത്തു വരുന്ന ചെറിയ പുഴുക്കളെ അതേ ശരീരത്തിൽ വരുന്ന വലിയ പുഴുക്കൾ തിന്നാറുണ്ടായിരുന്നു. ആരത് സഹിക്കുക? എല്ലാരും ഉപേക്ഷിച്ചു. സമ്പത്തുണ്ടായിരുന്നപ്പോൾ അടുത്തുകൂടി ഇവർ ഇറങ്ങിപ്പോയി. ഇപ്പോൾ ആരുമില്ല, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു. വീടിന്റെ മൂലയിൽ ഒരു കീറപ്പായിൽ അയ്യൂബ് അലൈഹിസ്സലാം കഴിച്ചുകൂട്ടി. എല്ലാരും പോയി. ഇബ്നു കസീർ പറയാ, ഭാര്യയുടെ ഒരു സഹോദരൻ, അഥവാ അയ്യൂബ് നബിയുടെ അളിയനും ഭാര്യയും ഇടക്ക് വരും. എന്നിട്ട് ചോദിക്കും, വല്ലതും വേണോ? ദൂരെ നിന്ന് അടുക്കാൻ വയ്യ, കുറ്റം പറയാൻ വയ്യല്ലോ. കാരണം അയ്യൂബ് നബിയുടെ അവസ്ഥ അതാണ്. എല്ലാവരും മേടിച്ചു പോയി. അയ്യൂബ് നബി ആവശ്യമുണ്ടെങ്കിൽ പറയും, അവരിങ്ങനെ എന്തെങ്കിലും എത്തിച്ചു കൊടുക്കും. അങ്ങനെ എല്ലാവരും പോയി. അയ്യൂബ് നബി ഏകാംഗനായി ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിച്ച അയ്യൂബ് അലൈഹിസ്സലാം നീറുന്ന മനസ്സുമായി കഴിച്ചു കൂട്ടുമ്പോഴും അയ്യൂബ് നബിയുടെ അടുക്കലേക്ക് പിശാച് വരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്താ അയ്യൂബ്, നീ ആരാ നീ? അള്ളാഹുവിന്റെ ദൂതനാണ്, പ്രവാചകനാണ് നിന്റെ വാദം. തൗഹീദ് പറയാൻ വന്ന ആളാണത്ര, ദഅവത്ത് നടത്താൻ വന്ന ആളാണത്ര, അള്ളാഹിനെ കുറിച്ച് പറയാൻ വന്നാണ്. എവിടെ പോയി നിന്റെ അള്ളാഹ്? എവിടെ പോയി നിന്റെ വിട്ടു പോടാ. വേറെ വല്ല മാർഗം നോക്കി. ചിലപ്പോൾ മാറും. ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടേണ്ടി. ഈ അവസ്ഥയൊന്നും മാറണ്ടേ? അയ്യൂബ് നബിയെ വളരെയധികം പ്രയാസപ്പെടുത്തുകയാണ് പിശാച്. അവനെ കഴിയുന്ന എല്ലാവിധ പ്രയാസങ്ങളും അയ്യൂബ് നബിക്ക് ഉണ്ടാക്കുകയാണ്. പക്ഷെ അയ്യൂബ് നബി ആ സമയത്തും ഇല്ല, ആദർശം വിട്ടുള്ള കളിയില്ല. ഇഞ്ചിഞ്ചായി പിടഞ്ഞ അയ്യൂബ് മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് വിരുദ്ധമായി ഒരു വാക്കുച്ചരിക്കാൻ ഞാൻ തയ്യാറല്ല.
ആ അവസ്ഥയിലും അയ്യൂബ് നബി സ്വീകരിച്ച നിലപാട് ഖുർആൻ പറയുന്നു, അന്നീ മസ്സനിയദ്ദുർറു വഅന്ത അർഹമുർ റഹീമീൻ. നാഥാ, നിന്നോട് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്, നിന്നോടാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. എനിക്ക് ദുർറ ബാധിച്ചു നാഥാ, പ്രയാസം ബാധിച്ചു നാഥാ. അന്ത അർഹമുർ റഹീമീൻ, നീ കരുണയുള്ളവനാണല്ലോ, നീ ഏറ്റവും വലിയ കാരുണ്യമുള്ളവനാണല്ലോ. അയ്യൂബ് നബി ദുആ ചെയ്യുകയാണ്. ഇത് ഖുർആൻ പഠിപ്പിച്ച കഥ, ഇത് മൂമകഥയല്ല. ഖുർആനിൽ അല്ലാഹ് രേഖപ്പെടുത്തിയതാണ് ഈ സംഭവം. അത് കഴിഞ്ഞ് അവസാനിച്ചോ? ഇല്ല. ഒരു ദിവസം ഭാര്യ വന്നിട്ട് അയ്യൂബ് നബിയോട് ചോദിച്ചു, വല്ലതും വേണോ? അയ്യൂബ് നബി പറഞ്ഞു, എനിക്കൊന്ന് കുളിക്കണം, എനിക്കൊന്ന് വൃത്തിയാകണം, എനിക്കൊന്ന് വൃത്തിയാകണം. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏറ്റി ഭാര്യയും ഭാര്യയുടെ സഹോദരനോട് ഏറ്റിക്കൊണ്ടുപോയി മറക്കാത്തിരുത്തിന്ന് ഖുർആൻ പറയാം. കുളിക്കാൻ കൊണ്ടുപോയി ഇരുത്തി. അവര് മറയുടെ പുറത്തിറങ്ങി നിന്നു. അയ്യൂബ് നബി അകത്തുണ്ട്. ശരീരത്തിൽ നിന്ന് വസ്ത്രം നീക്കി ശരീരത്തിലേക്കൊന്ന് നോക്കുമ്പോ ഇതാ ശരീരത്തിൽ നിന്ന് വ്രണങ്ങൾ അത് പഴുത്തിട്ട് പുറത്തേക്ക് പുഴുക്കൾ വരിക, ചാടുക. അയ്യൂബ് നബിയുടെ കണ്ണ് നിറഞ്ഞു. ആ അവസ്ഥയിൽ അവിടെ നിന്ന് അയ്യൂബ് നബി ദുആ ചെയ്തു, റബ്ബി അന്നി മസ്സനിയ ശൈത്താൻ ബിനുസുബിൻ വഅദാബ്. നാഥാ, എനിക്ക് പ്രയാസങ്ങൾ ഏൽപ്പിച്ച് പിശാചിനെ സ്പർശിച്ചു, എന്നോട് കരുണ കാണിക്കണേ. അയ്യൂബ് അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ജീവിതത്തിന്റെ ഏറ്റവും തീക്ഷ്ണമായ അനുഭവം, ഒരു മനുഷ്യൻ ഈ ലോകത്ത് അനുഭവിക്കാനുള്ള ഏറ്റവും വലിയ പ്രയാസം അയ്യൂബ് നബി അനുഭവിക്കുകയാണ്. ആ സമയത്ത് റബ്ബിനോട് ദുആ ചെയ്തു അയ്യൂബ് നബി. അല്ലാഹ് വിട്ടില്ല, അല്ലാഹ് കൈവിടൂല. മുവഹ്ഹിദുകളെ അല്ലാഹു കൈയൊഴിക്കൂല. മുവഹ്ഹിദുകളെ സഹായിക്കൽ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ അല്ലാഹുവിന്റെ ബാധ്യതയായി അവൻ ഏറ്റെടുത്തതാണ്. ഹഖ്ഖുൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണെന്ന് ഖുർആൻ. ഈമാൻ തെളിയിച്ചു മഹാനായ അയ്യൂബ് നബി, ഈമാൻ തെളിയിച്ചു അയ്യൂബ് നബി. അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബിയോട് ഉർകുൽ ബിരിജ്ലിക്, കാലം നനക്കൂ അയ്യൂബേ, കാലം നനക്കൂ. അയ്യൂബ് നബി കാലം നനക്കി. ആ സമയത്ത് നമുക്കറിയാം, മഹാനായ ഹാജറ ബിബിയുടെയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഓമനപുത്രനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ സഫാ മർവക്കടയിൽ കിടന്നുകൊണ്ട് ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞ് ആ പിഞ്ചോമന മകന്റെ കാല് ആ ഭൂമിയിൽ തട്ടിയപ്പോൾ സഫാ മർവക്കടയിൽ ആ പ്രവാചകന്റെ പ്രവാചകനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇളംകാല് സ്പർശിച്ച ആ സ്ഥാനത്ത് നിന്ന് സംസം എന്ന അനുഗ്രഹീതമായ ഉറവ പൊട്ടിയൊലിച്ചതുപോലെ മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം കാലം നനക്കിയപ്പോൾ ആ കാൽച്ചുവട്ടിൽ നിന്നൊരു റവ അല്ലാഹു ഇറക്കി കൊടുത്തു, ഒരു റവ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അയ്യൂബേ, ആ വെള്ളം കുറച്ച് കുടിച്ചോ, ഒന്ന് കുളിച്ചോളൂ. ആ വെള്ളം കുറച്ച് കുടിച്ചോളൂ, ആ വെള്ളം കൊണ്ടൊന്ന് കുളിച്ചോളൂ. അയ്യൂബ് നബി ആ വെള്ളം കുടിച്ചു, ആ വെള്ളം കൊണ്ട് കുളിച്ചു. ആ വെള്ളം ശരീരത്തിന്റെ ഭാഗങ്ങളിൽ സ്പർശിച്ചപ്പോ വ്രണങ്ങൾ അശേഷം മാറിയതാണ്, ആരോഗ്യം തിരിച്ചു കിട്ടിയതാണ്. പഴയതല്ല, പഴയതിനേക്കാൾ സൗന്ദര്യം, പഴയതിനേക്കാൾ ആരോഗ്യം. അയ്യൂബ് അലൈഹിസ്സലാം എണീറ്റ് നിന്നു. ആ വെള്ളത്തിന് നന്നായി കുളിച്ചിട്ട് എണീറ്റ് നിന്നു. അയ്യൂബ് നബി സ്വന്തം ശരീരത്തിലേക്ക് നോക്കി. അത്ഭുതത്തോടെ അത്ഭുതം. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഇതാ കുളിപ്പുര വിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോ ഭാര്യയുടെ സഹോദരൻ പുറത്തുണ്ട്. അവര് ആരാധിക്കൽ. അയ്യൂബ് നബി പറഞ്ഞു, ഞാൻ അങ്ങോട്ട് നോക്ക്, നേരെ നോക്ക്, ഞാൻ അയ്യൂബാണ് ഞാൻ. അല്ലാഹു എനിക്ക് ശമനം തന്നു, റബ്ബെനിക്ക് ശമനം തന്നു, എന്റെ രോഗം മാറി. സന്തോഷം. ആ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് വിശദീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. അല്ലാഹുവിന് ശുക്ർ ചെയ്ത്, അല്ലാഹുവിന് നന്ദി കാണിച്ച അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ നിൽക്കുമ്പോ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയ്യൂബ് നബി കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ വാനലോകത്ത് നിന്ന്, ആകാശലോകത്ത് നിന്ന് ഇതാ ജറാദുകൾ, വെട്ടുകിളികൾ ഇങ്ങനെ പറന്നു, കൂട്ടത്തോടെ കുറെ വെട്ടുകിളികൾ പറന്നു വന്നു. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തലക്ക് മുകളിൽ ആ പക്ഷികൾ വട്ടമിട്ട് നിന്നു. ആ പക്ഷികൾ വട്ടമിട്ട് നിന്നിട്ട് അവിടെ നിന്നിട്ട് ആ പക്ഷികൾ സ്വർണ്ണങ്ങളായി മാറി. ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു മഴ പോലെ ഇപ്പോൾ ഇവിടെ പെയ്തു തോർന്ന ആ മഴ പോലെ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചുറ്റും ആ സ്വർണ്ണ കിളികൾ ഇങ്ങനെ ഒരു മഴ പോലെ, ഒരു ചാറ്റൽ മഴ പോലെ പെയ്തിറങ്ങാൻ തുടങ്ങി. അയ്യൂബ് നബി അത് വാരിയെടുത്തു. അല്ലാഹു ചോദിച്ചു, മതിയോ അയ്യൂബ്, നിനക്ക് നഷ്ടപ്പെട്ടല്ലോ, കുറെ പൈസ പോയോ, കുറെ നഷ്ടം വന്നല്ലോ, പകരം മതിയോ?